വലിയൊരു പ്രതിസന്ധിയാണ് പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജ്യത്താകെയുള്ളത്. ആ സാഹചര്യത്തിൽ പുതിയ ചില നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും എന്നാണ് പ്രധാനം. ഇറക്കുമതി ചെയ്യുന്ന LPG-യിൽ നിന്ന് ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുൻഗണനാടിസ്ഥാനത്തിൽ പാചകവാതകം വിതരണം ചെയ്യും എന്നൊരു തീരുമാനം കൂടി വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ ചേർന്നു. വിഷ്ണു, ഇതുൾപ്പെടെ എന്തൊക്കെ ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വരുന്നു? ഈ പ്രതിസന്ധി അത് നീളാൻ തന്നെയാണോ സാധ്യത? ജതീഷ്, നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് LPG-ക്ക് ക്ഷാമം നേരിടാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു. ഇതിനെ കേന്ദ്ര സർക്കാർ തള്ളി രംഗത്തെത്തിയെങ്കിലും ഇപ്പോൾ സ്ഥിതി കുറച്ചുകൂടി ഗൗരവതരമാണ്. കാരണം കരുതലോടുകൂടി മാത്രമേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ LPG വിനിയോഗം അനുവദിക്കുന്നുള്ളൂ. പ്രധാനമായും ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലകൾക്ക് നൽകുന്ന വാണിജ്യ സിലിണ്ടറുകൾ അത് നിർത്തലാക്കിയിരുന്നു. ഇത് പ്രധാനമായും നഗരങ്ങളിൽ ഉൾപ്പെടെ ഹോട്ടൽ വ്യവസായത്തെ എല്ലാം ബാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് സംബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് ഇപ്പോൾ BJP MP, സൗത്ത് ബാംഗ്ലൂരുവിൽ നിന്നുള്ള BJP MP ഉൾപ്പെടെ ഒരു നിവേദനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ഇപ്പോൾ LPG ഉത്പാദനം വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇതിനോടകം തന്നെ റിഫൈനറികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന LPG പ്രധാനമായും സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകി അവർക്ക് വിതരണം ചെയ്യണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയുടെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ അസോസിയേഷനുകൾ രംഗത്ത് വന്നൊരു സാഹചര്യത്തിൽ ഇത് പഠിക്കുന്നതിന് വേണ്ടി ഒരു 3 അംഗ ഉന്നതതല സമിതിയെയും ഇത് നിയോഗിച്ചിട്ടുണ്ട്. സതീഷ്, ശരി, ഏതായാലും ഇതേക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഗൗരവത്തിൽ തന്നെ കാര്യങ്ങളെ ഇപ്പോൾ കേന്ദ്രവും കാണുന്നു, പെട്രോളിയം മന്ത്രാലയം കാണുന്നു എന്നതാണ് ഈ പുതിയ ഇടപെടൽ എന്ന് മനസ്സിലാക്കേണ്ടത്. പുതിയ നിയന്ത്രണം വരുന്നുണ്ട്. അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം ഗാർഹിക ആവശ്യങ്ങൾക്ക്, അതിനൊപ്പം തന്നെ ഇറക്കുമതി ചെയ്യുന്ന LPG-യിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസങ്ങൾക്കും കുറെ കൂടി മുൻഗണന എന്ന നിലയിലുള്ള തീരുമാനങ്ങൾ വരികയാണ്. അതേസമയം പാചകവാത പ്രതിസന്ധി തുടരുന്നതിന്റെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ബംഗളൂരുവിലെ ഹോട്ടലുകൾ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം.